അത് പിന്നെ നന്ദ, ഞാൻ മുമ്പ് പറഞ്ഞങ്ങ് മറന്നേക്കണം. ഋഷിയുടെ പ്രേതം അന്ന് ഞാൻ കണ്ടതല്ലാതെ പിന്നെ വന്നിട്ടില്ലല്ലോ. ആ അതങ്ങനെയാ. എടാ, പ്രേതത്തിന് ദൈവമാരെയൊക്കെ പേടിയാ. എടാ, വേഗം അങ്ങോട്ട് കത്തിച്ചേ. ആ എടാ, ഒരു ഫോട്ടോ എടുത്തേ, നല്ല ഒരെണ്ണം. റെഡി? ഇനി കട്ടിയാലോ? കട്ടി പ്ലീസ്, ഇതെന്റെ ഒരു റിക്വസ്റ്റാ. വാ. Happy birthday to you. Happy birthday to you. Happy birthday dear Nandan. Happy birthday to you. Happy birthday to you. Happy birthday dear Nandan. Happy birthday to you. Happy birthday to you. Happy birthday to you. എന്തായാലും അവന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചല്ലോ, അത് മതി. നിങ്ങൾ കട്ടി, നമുക്ക് കഴിക്കാം. അതെ, എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നോ? എങ്ങനെ? ചേച്ചി, ഫോണിലെ പഴയ ഫോട്ടോസും മെസ്സേജും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് ചേച്ചിക്ക് ഉറങ്ങാനേ പ്ലാൻ ഇല്ലാന്ന്. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ. എനിക്കറിയാം, നന്ദേട്ടന്റെ ബർത്ത്ഡേ അല്ലേ കാര്യം. കഴിഞ്ഞ വർഷം ഈ ദിവസം എത്ര സന്തോഷത്തോടെ ആഘോഷിച്ചതാ. ഞാൻ നന്ദുവിന് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഇന്നിപ്പോ എവിടെയാ, എന്താ, ഒന്നും അറിയില്ല. ചേച്ചി വിഷമിക്കരുതെന്നോ കരയരുതെന്നോ ഞാൻ പറയില്ല. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നന്നായി കരഞ്ഞോ. ഉള്ളിലെ സങ്കടം ഒന്ന് കരഞ്ഞാ കുറെ ഒഴിഞ്ഞു പോവും. പിന്നെ ഈ സാഹചര്യമൊക്കെ മാറുന്ന ചേച്ചിക്ക് ഉറപ്പല്ലേ? നന്ദുവിനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാ. ഏത് സാഹചര്യത്തിലും ഞാൻ പതറിപ്പോവുകയില്ല. പക്ഷെ കഴിഞ്ഞ കാലത്തെ ചില സന്തോഷങ്ങൾ ആലോചിക്കുമ്പോ പെട്ടെന്ന് മുൻപിൽ ഒരു ഇരുട്ട് വരും പോലെ. ഒരു ഇരുട്ടുമില്ല. സങ്കടമൊക്കെ നല്ലതാ, പക്ഷെ പേടി അത് വേണ്ട. അതിജീവിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നന്ദേട്ടൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടല്ലോ, അത് മാത്രം മതി മനസ്സിൽ.
അതെ, ഇപ്പൊ വന്ന് കിടന്നേ. നിങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും കോളേജും ക്യാൻറ്റീനും ബൈക്കിലെ കറക്കും ഒക്കെ ആലോചിച്ച് കണ്ണടച്ച് കിടന്നാ മതി. ഇത്തിരി ലേറ്റായാലും ചേച്ചി ഉറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. വേണമെങ്കിൽ ഞാനും വരാം. ദൈവവിശ്വാസം കൂടിയിട്ടൊന്നുമല്ല, ചേച്ചിയുടെ വിശ്വാസം കുറയാതിരിക്കാൻ. ശരി. ഇപ്പൊ ചേച്ചി കുറച്ചൊക്കെ ഓക്കെ അല്ലേ? ഇല്ലേടി? നിന്റെ ധൈര്യത്തിലാ ഞാൻ പിടിച്ചു നിൽക്കുന്നെ. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോവായിരുന്നു. വീഴണ്ട, ദാ താങ്ങി പിടിച്ചോ. വാ, വന്ന് കിടക്കണ്ട മുത്തേ. ചേച്ചി വാ. ഋഷിക്കുട്ടാ, മോനെ, ദാ, എഴുന്നേൽക്കണം. എന്താ എന്താ വേണ്ടത്? അയ്യോ, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിന്റെ വെപ്രാളാണോടാ? അത് പിന്നെ 12 മണിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മോനെ. ദേ, ഞാനൊരു കാര്യം പറയാം. ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടയക്കണം. എന്റെ പൊന്നു മോനെ, നീ ആവശ്യമില്ല ഇങ്ങനെ BP ഒന്നും കേട്ടില്ലേ? ഉണ്ടോ? നീ ആദ്യം ഈ കേക്കൻ കഴിക്കും. മധുരം അകത്ത് നിന്നാലേ ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറും. എന്താ ഇത്? എടാ, ഇത് കേക്കിന്റെ പീസാ. അത് പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളിന്റെ ആഘോഷമാണ്. ഇത് നിനക്ക് വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചതാ. നീ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്കണം, കഴിക്കാൻ. കഴിച്ചേ. അതാണ് ഗുഡ് ബൈ. എടാ, എന്തിനാടാ മോനെ നീ ആവശ്യമില്ലാതെ എന്നെ പേടിപ്പിക്കുന്നേ? ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്കങ്ങ് അനുസരിച്ചുകൂടായിരുന്നു. ഋഷി, കേക്ക് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നിനക്ക് ആരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയോ? നീ ഒന്ന് ഗസ് ചെയ്തേ. പറയടാ. എടാ, നിന്റെ ശത്രുവിന്റെ അടാ. ഇത് നന്ദന്റെ. പേടിക്കണ്ട മോനെ, നിന്റെ ബർത്ത്ഡേയും നമ്മളിവിടെ ആഘോഷിക്കും. അന്ന് നമ്മളിവിടെ മുറിക്കുന്ന കേക്കിന്റെ ഒരു കഷ്ണം നമ്മൾ നന്ദന് കൊടുക്കും. എന്തിനാ നിങ്ങൾ ഞങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനൊരു പ്ലേ നടത്തുന്നത്? നന്ദൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? അതെ, ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ പരസ്പരം കൊല്ലാൻ നടന്നവരല്ലേ? നിങ്ങൾ തമ്മിൽ കണ്ട ആരെങ്കിലും ഒരാൾ തല്ലി ചാവില്ലേ? അപ്പൊ നന്ദന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാനും നിന്റെ കയ്യിൽ നിന്ന് നന്ദനെ രക്ഷിക്കാനും വേണ്ടിയിട്ടാ ചേട്ടാ ഈ പ്ലേ. നിങ്ങൾക്ക് എന്തൊരു ലക്ഷ്യമുണ്ട്? ഉണ്ടടാ, നല്ല വ്യക്തമായ ലക്ഷ്യമുണ്ട്. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാ എടാ, ചിലപ്പോ ഞാൻ പറഞ്ഞു പോകുന്നേ. അത് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കഴിക്കേ.
ചേച്ചി എവിടെ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. ആ ദേ വരുന്നു. ആ എത്തിയോ? നല്ല ആളാ. എന്നെ വിളിക്കാതെ അമ്പലത്തിൽ പോയല്ലേ? അതിന് ഞാൻ പോകുമ്പോ നീ എഴുന്നേറ്റില്ലല്ലോ. അതെങ്ങനെയാ? രാത്രി മുഴുവൻ എഴുത്തും വായനയല്ലേ? അങ്ങനെ പറയല്ലേ അമ്മേ. മടി പിടിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെക്കാളും നല്ലതല്ലേ. ആ പിന്നെ അമ്മേ, ഇന്ന് നന്ദുവിന്റെ ജന്മദിനല്ലേ? 1-2 വഴിപാടുകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ പൂജയ്ക്ക് കൊടുക്കുന്നത് മുടക്കണ്ടെന്ന് കരുതി ഒരു ശത്രുസംഹാര പൂജയും കൂടെ നടത്തി. പ്രാർത്ഥനയും പൂജയൊക്കെ ദൈവം അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ തിരിച്ചു കിട്ടും. നീ വിഷമിക്കാതെ. ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാൽ മതി. ഈ വിഷമത്തിനെല്ലാം കൂടി കൂടുതൽ സമാധാനമുള്ള ജീവിതം ഭഗവാൻ തരും. ചേച്ചി, നമ്മള് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അറിഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ നന്ദേട്ടൻ അടുത്തെത്തും. കെവിനും ഇസബല്ലയും ഒക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ. അവര് നമ്മുടെ വലയിൽ കുടുങ്ങുക തന്നെ ചെയ്യും. പക്ഷേ അതിന്റെ പേരിൽ എടുത്തുചാട്ടമൊന്നും വേണ്ട. വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾ പെൺകുട്ടികളാണ്, സൂക്ഷിച്ചില്ലേ ദുഃഖിക്കേണ്ടി വരും. അതൊക്കെയല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എപ്പോ നോക്കിയാലും ഒരു ഉപദേശം. ദേ ചേച്ചി, സന്തോഷായിട്ടിരിക്കും. ചേച്ചിയുടെ വിഷമം അറിയാം, പക്ഷെ ഒക്കെ മാറും. യഥാർത്ഥ പ്രതികളെ ജയിലിലാകുന്നതുവരെ മനസ്സ് തളർന്നു പോകരുത്. ഇല്ല ശരി, ഇനിയും പേടിച്ച് പിന്നോട്ട് നിന്നാ നമ്മൾ ഒരിടത്തും എത്തില്ല. നിന്റെ ധൈര്യവും തന്റെ ഇടവും ഒക്കെ ഒരു സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ തോന്നുക, ആദ്യം മുതലേ ഞാനിങ്ങനെ നിന്നിരുന്നെങ്കിൽ ഈ സംഭവിച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. യെസ്, ഇത് മതി. ഇങ്ങനെയാവണം ഈ നൂറ്റാണ്ടിലെ പെണ്ണ്. ചേച്ചി വാ വാ. ഇതെന്താ മുരളിയേട്ടാ, റെഡിയാവുന്നില്ലേ? പോവേണ്ട സമയമായല്ലോ. ഇന്ന് ഉച്ചവരെ ജോലിയിലൊക്കെ വരും. MLAക്ക് മറ്റെന്തോ തിരക്കുണ്ടെന്ന്. എന്ത് തിരക്കാ? മുരളിയേട്ടനോടൊപ്പം ഒന്നും പറഞ്ഞില്ലേ? സത്യം പറയാലോ, ചില കാര്യങ്ങൾ ദേവി ഇപ്പം എന്നോട് പറയാറില്ല. ഒരു സ്പേസ് ഇട്ടങ്ങ് നിർത്തും. എന്നിട്ട് എല്ലാം നടന്നു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ നടന്നിട്ടുണ്ട് മുരളിയേട്ടാന്ന് പറയും. ഇന്നിപ്പോ എന്താ സംഭവം? വല്ല സൂചനയും കിട്ടിയോ? അങ്ങനെ സൂചനയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ശാരികയ്ക്ക് ഒരു കല്യാണം നോക്കണമെന്നും ഉടനെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാ ചിലപ്പോ വല്ല പെണ്ണ് കാണലും ആയിരിക്കും. അതെ, ഉച്ച കഴിഞ്ഞ് എന്തായാലും കാണും. കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ പറയാം എന്താ നടന്നതെന്ന്. ഒന്നാലോചിച്ചാ ദേവിയുടെ ജീവിതം എന്ത് കഷ്ടപ്പാട് നിറഞ്ഞതാ. പാവം, നന്ദന്റെ കാര്യത്തിൽ അവളെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. കുഞ്ഞിന് ഇവിടെ താമസിക്കണ്ട. കുഞ്ഞിറങ്ങ്. നന്ദമ്മ വരുന്നവരെ എന്റെ വീട്ടിൽ താമസിക്കാം. ഭാർഗവി എന്താ ഈ പറയുന്നേ? പിന്നല്ലാതെ കുഞ്ഞിന്റെ വിഷമം ഇവിടെ ആർക്കും കാണണ്ട. കുഞ്ഞു പറയുന്നതിന് ആരും ചെവിയും തരുന്നില്ല. MLA മുൻ MLA ഒക്കെ ഉണ്ടായിട്ടും നന്ദമ്മോനെ കുറിച്ച് ആർക്കും ഒരു വിവരം അറിയാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞിങ്ങനെ വിഷമിച്ച് ഈ വീട്ടിൽ കഴിയണ്ട. വരാൻ ദിവസം അവിടെ വന്ന് നിൽക്കാം. അതൊന്നും വേണ്ട ഭാർഗവി, ശരിയാവില്ല. കുഞ്ഞ് അങ്ങോട്ട് വരുന്നത് മുരളിക്കും ഗൗരിക്കും വലിയ സന്തോഷാവും. ഇനി സിദ്ധാർത്ഥ സാറിന് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കട്ടെ, ഞാൻ പറയാം. നീ എന്നെ അങ്ങോട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ എങ്ങോട്ടുമില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, നന്ദൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അവൻ വന്ന ആദ്യം തിരക്കുന്നത് എന്നെയാവും. ഞാനിവിടെ വേണം. നന്ദമോൻ ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി കുഞ്ഞെ.
എനിക്കറിയാം പുറമെ വിഷമമൊന്നും കാണിക്കാതെ കുഞ്ഞിന്റെ മനസ്സ് കരയാണെന്ന്. ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ചിരിക്കാതെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതല്ലേ? നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ എത്ര നിർബന്ധിച്ചാലും എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല ഭാർഗവി. മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ ഇരിക്കുമ്പോ അടുത്തെന്റെ നന്ദനുള്ളതുപോലെ എനിക്ക് തോന്നും. നിനക്കറിയോ, ഇന്നലെ രാത്രി അവനുള്ള ഭക്ഷണവുമായിട്ട് മുകളിലത്തെ അവന്റെ മുറിയിൽ പോയി. അവിടെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാ ഓർത്തത് അവനിവിടെ ഇല്ലല്ലോ ഒന്ന്. സത്യമായിട്ടും ഭാർഗവി, ഇപ്പോ അവനിവിടെ ഉണ്ടെന്ന് ഞാനങ്ങ് സങ്കല്പിക്കും. അവന്റെ പേരെടുത്ത് വിളിക്കും, അവനോട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്നാലും കുഞ്ഞിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. പുറത്തു നിന്ന് കാണുന്നവര് കരുതും പ്രഭാവതിക്ക് എത്ര സന്തോഷമുള്ള കുടുംബജീവിതമാണെന്ന്. ഭർത്താവ് വലിയ രാഷ്ട്രീയ നേതാവ്, മകൾക്ക് നല്ലൊരാളെ ഭർത്താവായിട്ട് കിട്ടി. മകൻ ബിസിനസ്സുകാരൻ. പക്ഷെ ഞാനിവിടെ കണ്ണീർ കടലിന്റെ നടുവിലാണെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? കുഞ്ഞ് വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ആര് പറഞ്ഞു? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഭാർഗവി. ജീവിതം ഏതു വഴിയിലൊക്കെ കൂടെയാണ് പോകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്തായാലും എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടതിൽ കൂടുതലായിട്ട് ഒന്നും വരാനില്ലല്ലോ. എനിക്ക് കെവിനോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ടാ ഒറ്റയ്ക്ക് വന്നാ മതി എന്ന് പറഞ്ഞത്. കെവിൻ ഇങ്ങോട്ട് വരുന്നത് ഇസബെല്ല അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല ആന്റി. ഋഷിയുടെ കൂട്ടുകാരനെന്ന നിലയ്ക്ക് കെവിനും എനിക്ക് മകന്റെ സ്ഥാനം. കെവിൻ, സത്യം പറ, ഋഷിക്ക് എന്താ സംഭവിച്ചേ? ഋഷി എവിടെയുണ്ട്? ആന്റി, സത്യമാ ഞങ്ങൾ പറഞ്ഞത്. അറിയില്ല ആന്റി, ഞങ്ങൾ ഋഷി അന്വേഷിക്കുക. അല്ല, കെവിൻ ഇസബെല്ലെ പേടിച്ചിട്ടാ ഒന്നും പറയാത്തത്. ഇസബെല്ല ഒരു ക്രിമിനലാ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കെവിൻ ഇസബെല്ലയുടെ ട്രാപ്പിൽ പെട്ടുപോയതല്ലേ? നീ ആ ഇസബെല്ലയുടെ കമ്പനി വിട്, ഇല്ലെങ്കിൽ നിനക്കത് ദോഷം ചെയ്യും. ആന്റി, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ, അത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് അറിയണം ഋഷി എവിടെയാണെന്ന്. അറിയില്ല എന്ന് പറയണ്ട, കെവിൻ അറിയാം. ഇസബെല്ലെ പേടിച്ച് പറയാത്തതാ. നിങ്ങൾ അവന് എന്താ ചെയ്തേ? അയ്യോ ആന്റി, ഞങ്ങൾക്കൊന്നും അറിയില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ആന്റി. കെവിന് വേണ്ടുന്നത് പണമാണോ? എത്ര കോടി വേണം? അത് ഞാൻ തരാം. എനിക്ക് എന്റെ മകനെ കണ്ടെത്തിയേ പറ്റൂ. എത്ര കോടി തന്നാലും ആന്റിയുടെ ആവശ്യം നിറവേറ്റി തരാൻ എനിക്ക് പറ്റില്ല. ഋഷിയെ കണ്ടെത്താൻ വേണ്ടി തന്നെയാ ഞങ്ങളും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളം പറയല്ലേ കെവിൻ, എന്റെ മോൻ എന്താ പറ്റിയേ? എന്റെ കർത്താവേ, ഞാനിനി എന്തു പറഞ്ഞ ആന്റി വിശ്വസിപ്പിക്കണ്ടേ? ഇത് അവളായിരിക്കും അല്ലേ ഇസബെല്ല? അല്ല, എന്തിനാ ദേവിക നിന്നെ വിളിക്കുന്നേ? അറിയില്ല ആന്റി. ഋഷിയുടെ ശത്രുവ ചന്ദ്രോത്തുകാര്. അപ്പൊ എന്തിനാ അവള് നിന്നെ വിളിക്കുന്നേ? എനിക്കറിയില്ല. ഒരുപാട് നാളായി ദേവിക എന്നോട് സംസാരിച്ചിട്ട്. വീണ്ടും വിളിക്കുന്നു. അപ്പൊ എന്തോ അത്യാവശ്യമാണല്ലോ. ഇത് സംസാരിക്കേ. സ്പീക്കറിലൂടെ. ഹലോ ദേവിക. കെവിൻ എവിടെയുണ്ട്?
ഞാൻ പുറത്താ. എനിക്ക് കെവിനെ ഒന്ന് കാണണം. അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലേക്ക് വരുമോ? എന്താ ദേവിക കാര്യം? കെവിൻ വാ, നേരിട്ട് സംസാരിക്കാനുള്ളതാ. സീരിയസ് ആയ ഒരു കാര്യമാ, എത്രയും പെട്ടെന്ന് വരണം. അല്ല, ഹലോ. എന്താ കെവിൻ, എന്താ നിങ്ങൾ തമ്മിലുള്ള രഹസ്യ ഇടപാടുകള്? അയ്യോ ദേവികയെ നീയും കൂടിയാണോ ഋഷിയെ മാറ്റിയത്? അയ്യോ ആന്റി, അങ്ങനെയൊന്നും അല്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. എല്ലാ വഞ്ചകരും ഒന്നിച്ചു ചേർന്നേക്കോ. ആന്റി, സത്യമായിട്ട് പറയുക, ദേവിക എന്തിനാ വിളിക്കുന്നത് എനിക്കറിയില്ല. എന്നാ എനിക്കറിയണം. നീ ദേവികയുടെ വീട്ടിലേക്ക് ചെല്ല്. അവൾ എന്തിനാ വിളിച്ചെന്നും എന്താ സംസാരിച്ചെന്നും എനിക്കറിയണം.